Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ അങ്കമാലി മേഖലാ സമ്മേളനം നടന്നു. അന്തരിച്ച ഡിവൈഎസ്പി NC ചാക്കോയെ സമ്മേളനത്തിൽ അനുസ്മരിച്ചു. സർവീസിൽ നിന്ന് വിരമിച്ച നിയമപാലകരുടെ ക്ഷേമത്തിനും അവകാശ സംരക്ഷണത്തിനുമായി നിലകൊള്ളുന്ന സംഘടനയാണ് കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. സംഘടനയുടെ അങ്കമാലി മേഖലാ സമ്മേളനം ഹോട്ടൽ രുക്മിണി ഓഡിറ്റോറിയത്തിൽ നടന്നു. അന്തരിച്ച റിട്ടയർഡ് ഡിവൈഎസ്പി NC ചാക്കോയെ സമ്മേളനത്തിൽ അനുസ്മരിച്ചു. ആലുവ ഡിവൈഎസ്പി N ബാബുക്കുട്ടൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അന്ന് എനിക്ക് ഒരുപാട് ഞാനിപ്പോഴും കലാധര സാറിനെ ഓർക്കും. കാരണം ഞങ്ങൾ ഈ SAP തിരുവനന്തപുരത്തു നിന്നാണ്. ഞങ്ങളത് ഏകദേശം 680ഓളം ആൾക്കാരുണ്ടായിരുന്നു. വലിയൊരു ട്രെയിനിങ് സെന്റർ ടീമായിരുന്നു. 680 പേരെന്ന് പറയുന്നത് ഏകദേശം ഒരു 6.5 കമ്പനി, 7 കമ്പനിയോളം പോലീസ് ഉദ്യോഗസ്ഥരാണ് ട്രെയിനിങ് നടക്കുന്നത്. അപ്പോൾ ഒരു വലിയ ഒരു പാണ്ടിക്കാട് എന്ന് പറയുന്നൊരു സ്ഥലത്ത് മലപ്പുറത്ത് അവിടെയാണ് ഞങ്ങൾക്ക് ട്രെയിനിങ്. വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ഞാൻ മാറി നിൽക്കുന്നത് തന്നെ. പോലീസിൽ വന്നത് നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പോലീസ് ആകണമെന്ന് ആഗ്രഹമുണ്ട്. ഇന്നും അത് വളരെ സന്തോഷത്തോടു കൂടി വളരെ സാറ്റിസ്ഫൈഡോടുകൂടി ജോലി ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. ഇതിനകത്തെല്ലാം സംതൃപ്തി കണ്ടെത്തുന്നുണ്ട്. ഓരോ പ്രവൃത്തിയിലും നമ്മൾ സംതൃപ്തരാണ്, അല്ലേ? നമ്മൾ എത്ര വഴക്ക് പറഞ്ഞാലും ശരി തന്നെ അത് പക്ഷെ ഒരു ജോലി ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിൽ സംതൃപ്തരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ജോലി ഇപ്പോഴും അത് ചെയ്തു പോകുന്നത്. അന്ന് ട്രെയിനിങ് സമയത്ത് ഈ തെക്കൂന്നാണ് എല്ലാവരും ചെല്ലുന്നത്. SAP എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലക്കാരാണല്ലോ. ഞങ്ങളൊക്കെ ആലപ്പുഴ ജില്ലക്കാരനാണ്. ഞാൻ അറിയാതെ പെട്ടുപോയതാണ് SAP. എനിക്ക് അന്ന് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, പോലീസിനെ കുറിച്ചൊന്നും എനിക്ക് അത്ര അറിയില്ല. ഞാൻ വിചാരിച്ച് നമ്മൾ സെലക്ഷൻ കഴിഞ്ഞാൽ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമെന്നൊക്കെ ഉള്ള തോന്നലിലാണ് പോയത്. അപ്പം ഈ ചട്ടിയൊക്കെ വെച്ചുകൊണ്ട്, അതായത് ഹെൽമെറ്റൊക്കെ വെച്ചുകൊണ്ട് റോഡിൽ നിൽക്കുമ്പോൾ കർണാടക സാറൊക്കെ പോകുമ്പോൾ ഹെൽമെറ്റ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് CRPF പട്ടാളക്കാരാക്കി നിൽക്കുന്ന പോലീസാണെന്ന് എനിക്ക് അറിയില്ല. അപ്പം ട്രെയിനിങ് ഇല്ല, നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലും എന്നുള്ള തോന്നലിലാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോഴാണ് നമ്മളിതെല്ലാം സെലക്ട് ചെയ്ത് ബൂട്ടും ഒക്കെ മേടിച്ച് വെച്ച് വണ്ടിക്കകത്ത് നേരെ രാത്രി ഒരു 10-20 വണ്ടിക്കകത്ത് ഞങ്ങളെ കൊണ്ടുവന്ന് ഈ പാണ്ടിക്കാട് കൊണ്ട് ഇറക്കുന്നത് രാത്രി വലിയൊരെണ്ണം. അപ്പോൾ അവിടെ കൊണ്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ട്രെയിനിങ് അടുത്ത ദിവസം പോലെ അത് ഇതെന്നൊക്കെ പറഞ്ഞിങ്ങനെ തന്നു. ഇപ്പോൾ ട്രെയിനിങ് സമയത്ത് അപ്പോൾ ഈ തെക്കൂന്ന് ചെന്നവരെ എല്ലാം ട്രെയിനിങ് തന്നത് വടക്കുന്നുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് SRF എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞൊരു അന്നൊരു വിങ് ഉണ്ടായിരുന്നു. അവർ നല്ല എക്സ്പെർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു അന്ന് ട്രെയിനിങ് തരാൻ നൽകിയിരുന്നത്. കാരണം ഏകദേശം 10-25 വയസ്സുള്ളവരാണ് കൂടുതലും ഇൻസ്ട്രക്ടേഴ്സ്. അവരെന്ന് പറഞ്ഞാൽ പറക്കുകയാണ്, നമ്മളെക്കാൾ വളരെ വേഗത്തിൽ ഓടുകയാണ്. ഈ തെക്കൂന്ന് വന്നവരെ പണ്ടൊരു ചൊല്ലുണ്ട്, തെക്കുനെയും മൂർഖനെയും കണ്ട തെക്കനെ ആദ്യം അടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അത് ഇങ്ങനെ വികാരമായിട്ട് അവിടെ നിൽക്കുകയാണ് വടക്കുള്ള ആൾക്കാർക്ക്. അപ്പൊ അങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം തെക്കാണെന്നും പറഞ്ഞ് നമ്മളെല്ലാം ഇട്ട് ഓടിയത് തുടങ്ങി. അപ്പൊ ഈ പാണ്ടിക്കാട് വലിയ ഗ്രൗണ്ടാണ്. അവിടെ രാവിലെ തന്നെ ഒരു 3-4-5 റൗണ്ട് ഒരു ഓട്ടം. അത് കഴിയുമ്പോൾ നമ്മൾ പകുതിയായി. അത് കഴിഞ്ഞ് വന്ന് കഞ്ഞി കുടിച്ചിട്ട് വീണ്ടും ഒരു ഓട്ടം. അപ്പൊ ട്രെയിനിങ് ഭയങ്കര കടുപ്പമാണ്. നമ്മളിതൊക്കെ കണ്ടിട്ട് ഇട്ടേച്ച് പോകണമെന്നൊക്കെ വിചാരിച്ച്. പക്ഷെ ഞാൻ അന്നേരം വിചാരിച്ചത് നമ്മളെ ഉദ്ദേശിച്ചൊരു ജോലിക്ക് കിട്ടി പോകുന്നതാണ്. ഇത് ഇട്ടേച്ച് പോന്നു കഴിഞ്ഞാൽ കുടുംബം തന്നെ പട്ടിണിയാവും. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോൾ മുതലേ ട്യൂഷൻ പഠിപ്പിച്ച് കിട്ടിയ പൈസ കൊണ്ടാണ് നമ്മൾ ഈ പഠിക്കാനൊക്കെ പോയത്. ഏകദേശം PG പഠിച്ചുകൊണ്ട് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടപ്പോൾ ജോലി കിട്ടി. അന്നേ ഒരു ജോലി നമുക്ക് ആവശ്യമായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ തുണയായിട്ട് നിന്നത് കലാധരൻ സാറാണ്. കാരണം ഞാൻ പലപ്പോഴും റെഡി ഗോ എന്ന് പറഞ്ഞാൽ അവിടെ പോയി തൊട്ടേച്ച് വരാൻ വേണ്ടി എല്ലാവരോടും പറയുമ്പോൾ ഞാൻ ദയനീയമായിട്ട് സാറിൻ്റെ മുഖത്ത് നോക്കും കേട്ടോ. അപ്പോൾ സാർ പറഞ്ഞു നീ അവിടെ നിന്നോളെ. അപ്പോൾ ഞാൻ അവിടെ നിൽക്കും വാക്കുകൾ. അപ്പോൾ അന്ന് അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ കാലിന് വലിയ വേദന വന്നു, ഭയങ്കര വേദന. എൻ്റെ കയ്യിൽ കുറേ ഈ കുഴമ്പൊക്കെ ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ പല പോലീസുകാർ നമ്മുടെ കൂട്ടുകാരെല്ലാം രാത്രിയാകുമ്പോൾ നമ്മുടെ വരും. എന്തിനാണെന്ന് ഈ കുഴമ്പിടാൻ, കാലിനൊക്കെ വേദനയായി. ഞാൻ സാറിനോട് പറഞ്ഞു സാറേ പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ സാർ പറഞ്ഞു പോരാ, നീ ഇപ്പം ചെയ്യുന്നില്ലേ പരടക്ക, അത് മതി, നീ നിൽക്കും എന്ന് പറഞ്ഞാൽ ആ ഒരു വലിയ ഒരു ഇത് നമുക്ക് കിട്ടി. കൂടാതെ ഒരു പ്രാവശ്യം ഞങ്ങൾ ട്രെയിനിങ് സമയത്ത് അത്ര കഷ്ടപ്പാട് നമ്മൾ സഹിച്ചിട്ടാണ് ഈ പോലീസുകാരെ ജോലി ചെയ്തെന്നുള്ള. ഒരു ദിവസം എല്ലാവരെയും ഈ ആംസ് പൊക്കി പിടിച്ച് ഇരിക്കാൻ പറഞ്ഞു, മുട്ട നിൽക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരാൾ പറയേണ്ട കമാൻഡ് പറഞ്ഞാൽ തെറ്റിച്ചു. അപ്പോൾ എല്ലാവരും മുട്ടുകാലം നിൽക്കുക, എന്നിട്ട് ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞു, നടക്കാൻ പറഞ്ഞു. ഞങ്ങളെല്ലാം ആംസ് പൊക്കി പിടിച്ചിരിക്കുക. നിറയെ ചരല മെസ് ഹാളിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്.
ഞങ്ങൾ ഫസ്റ്റ് നിൽക്കുന്നത്, ഞങ്ങൾക്ക് മുന്നോട്ട് നീങ്ങിയെങ്കിൽ പുറകിലുള്ളവർക്ക് വരാൻ പറ്റും. ഞങ്ങളിങ്ങനെ നൃത്തം വെക്കുകയാണ്. കാരണം ഈ കല്ലുകൾ കാലെ കൊള്ളുമ്പോഴുള്ള വേദന ഉണ്ടല്ലോ, നൃത്തം വെക്കുകയാണ്. അങ്ങനെ ഞാൻ ദയനീയമായിട്ട് പല പ്രാവശ്യം നോക്കി ഇൻസ്ട്രക്ടേഴ്സ്, ഒരാളും വിട്ടുവീഴ്ചയില്ല. പിന്നെ എൻ്റെ മനസ്സിൽ അന്നേരം കാർഗിൽ യുദ്ധം നടക്കുന്ന സമയമാണ്, 98, 99 ആ സമയമാണ് കാർഗിൽ യുദ്ധം നടക്കുന്ന സമയം. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, നമ്മുടെ പോലീസിൻ്റെ ജോലിയേക്കാൾ എത്രയോ കടുപ്പമേറിയ ജോലിയാണ് പട്ടാളക്കാർ ചെയ്യുന്നത് അല്ലേ? അവർ ജീവൻ വരെ ബലിയർപ്പിച്ചുകൊണ്ടാണ് യുദ്ധത്തിൽ നിൽക്കുന്നത്. അപ്പം നമ്മുടെ ഈ ജോലി ഒന്നുമല്ല. മുട്ടയിൽ എഴയാൻ പറഞ്ഞ എഴയുക ഫസ്റ്റ് ഓർഡറാണ് നമ്മൾ ചെയ്യുക. ഞാൻ അങ്ങോട്ട് എഴയുന്നത് പടപടാന്ന് നടന്ന് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വിസിലടിച്ച് ബ്രേക്കായി. ഒരു നിമിഷം കൂടെ നിന്നിരുന്നെങ്കിൽ എനിക്ക് പോകേണ്ടി വരത്തില്ലായിരുന്നു. പക്ഷെ ബ്രേക്ക് ചെയ്തു, പരേഡ് ബ്രേക്കായി. ഞാൻ മാത്രം നടന്നു പോയി. ഞാൻ എഴുന്നേറ്റ് നമ്മൾ മുട്ടിലൂടെ ഇങ്ങനെ ബ്ലഡ് വരികയാണ്. ഞാൻ പതുക്കെ തുടച്ച് റൂമിൽ പോയിട്ട് എല്ലാവരും ഭക്ഷണം എടുക്കാൻ പോയിട്ട് ഞാൻ അവിടെ പതുക്കെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഇൻസ്ട്രക്ടർ ഇങ്ങോട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, അപ്പോൾ അവിടെ വിഷമിക്കൊന്നും വേണ്ട, കാരണം ഇതാണ് പോലീസ്, മനസ്സിലായി? നീ മാത്രമേ ആ ഉത്തരവ് പറഞ്ഞപ്പോൾ ചെയ്തുള്ളൂ, അത് നിനക്ക് ഭാവിയിൽ നിനക്ക് ഗുണം ചെയ്യും. അതുകൂടെ കേട്ടപ്പോൾ എനിക്ക് ഒന്നുകൂടെ സങ്കടമായി. പക്ഷേ പിന്നെ എന്നാലും നമ്മൾ പോയി എഴുന്നേറ്റ് വന്നു. നമുക്ക് തിരിച്ച് അന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഞാൻ ഹിന്ദു ആണെങ്കിൽ 5ാം ക്ലാസ് വരെ ഞാൻ ബൈബിൾ പഠിക്കാൻ പോയത് സൺഡേ സ്കൂളിലാണ്. അപ്പോൾ നമ്മുടെ അടുത്തൊരു പള്ളിയിലാണ്. അന്ന് തോന്നിയതാണ്, വീട്ടുകാരും പറഞ്ഞ് പോയിട്ട് വരാം. അന്നൊക്കെ ഈ പട്ടിണി ഉള്ളതുകൊണ്ട് പോയതാണ്. അവിടെ ചെന്ന് സൺഡേ സ്കൂൾ കഴിഞ്ഞാൽ നമുക്കൊരു ചായ ഒരു ബന്നും തരുമായിരുന്നു. അപ്പം അതുകൊണ്ട് പോയതാണ് അന്ന് ക്ലാസ്സിൽ. പക്ഷെ അതിൽ നിന്ന് എനിക്കൊരു പാഠം പഠിച്ചു. എന്താണെന്ന് അറിയാം, നല്ല ശമരിയാക്കാരൻ്റെ കഥ എൻ്റെ മനസ്സിൽ അന്നേ കിടപ്പുള്ളൂ. പിന്നെ രണ്ടാമത്, ഭൂമിയിൽ സമാധാനം ആര് സൃഷ്ടിക്കുന്നുവോ അവന് സ്വർഗം അർഹതപ്പെട്ടതാണ് എന്നൊരു ബൈബിൾ വചനമുണ്ട്. ഭൂമിയിൽ സമാധാനം ആര് സൃഷ്ടിക്കുന്നുവോ അവന് സ്വർഗം അർഹതപ്പെട്ടതാണ്. ഭൂമിയിൽ സമാധാനം സൃഷ്ടിക്കുന്ന 2 വിഭാഗമേ ഉള്ളൂ, ഒന്ന് പോലീസും ഒന്ന് പട്ടാളക്കാരും. വേറെ ഒരാളും ഭൂമിയിൽ സമാധാനം ഉണ്ടാകണമെന്ന് പറയുന്നില്ല. നിങ്ങൾ നോക്ക്, ഒരു പോലീസ് സ്റ്റേഷൻ ഡ്യൂട്ടി ചെയ്യാൻ പോകുന്ന ആദ്യത്തെ പോലീസുകാരൻ ഇന്ന് വെട്ടുംകുത്തും നടക്കല്ലേ, ഇന്ന് മോഷണം നടക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നിൽക്കുന്നില്ല. നമുക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ നമ്മുടെ സ്റ്റേഷൻ വൃത്തിയിൽ അക്രമം ഉണ്ടാകണമെന്ന്, പിടിവലി ഉണ്ടാകും? നമ്മളല്ലാതെ വേറെ ആരാ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ? അപ്പം നമ്മൾ മാത്രമാണ്. അതുകൊണ്ടാണ് നമുക്ക് സ്വർഗത്തൊരു സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആരാധനാലയങ്ങളിൽ പോകണമെന്നില്ല. നിങ്ങളുടെ ജോലി കൃത്യമായിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ മരിച്ചു പോകുമ്പോൾ നമുക്ക് സ്വർഗത്തൊരു സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, സേനയിൽ വരുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളവരാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ദൈവാനുഗ്രഹം ഇല്ലാത്ത ഒരുവനും സേനയിൽ ജോലി കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ ജോലി വളരെ അഭിമാനത്തോടു കൂടി ചെയ്യുന്നു. നിങ്ങളെയൊക്കെ എൻ്റെ വലിയ നേതാക്കന്മാരായിട്ട്, ലീഡേഴ്സായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഓരോ ഉദ്യോഗസ്ഥരെയും അതനുസരിച്ച് എത്ര ഉദ്യോഗസ്ഥരുമായിട്ട് ജോലി ചെയ്യാൻ കഴിഞ്ഞു. അതെല്ലാം ഇന്നും ഞാൻ ആലോചിക്കാറുണ്ട്. ഒരു ഉദ്യോഗസ്ഥൻ പോലും എന്നോട് വഴക്ക് പറഞ്ഞിട്ടില്ല. ഒരു ഉദ്യോഗസ്ഥൻ പോലും അവരുടെയൊക്കെ കീഴിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഒരു ഉദ്യോഗസ്ഥൻ പോലും വഴക്ക് പറഞ്ഞിട്ടില്ല. കാരണം എന്തെങ്കിലും വഴക്ക് പറയാനുള്ള കാരണം വരുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും, അദ്ദേഹത്തിന് ബ്രീഫ് ചെയ്യും. അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് TK തോമസ് അധ്യക്ഷനായിരുന്നു. റിട്ടയർഡ് ഡിവൈഎസ്പി ജോസ് സെബാസ്റ്റ്യൻ, സാന്ത്വനം പദ്ധതി കൺവീനർ PM ബേബി എന്നിവർ NC ചാക്കോ അനുസ്മരണ പ്രഭാഷണം നടത്തി. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP പോൾ, ജില്ലാ പ്രസിഡന്റ് ടോമി സെബാസ്റ്റ്യൻ IPS, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ V രാധാകൃഷ്ണൻ, TA മുഹമ്മദ് ബഷീർ, ജില്ലാ സെക്രട്ടറി പോൾ ജോസഫ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി N രഘുനാഥൻ, ജില്ലാ ട്രഷറർ KS സലീം, യൂണിറ്റ് സെക്രട്ടറി PV തരിയൻ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് CL ഡേവിസ്, യൂണിറ്റ് മെമ്പർ TJ ചാക്കപ്പൻ എന്നിവർ പ്രസംഗിച്ചു. ഓർമ്മ ക്ലീനിംഗ് ലിക്വിഡ്, ഗുണമേന്മയും വിലക്കുറവും സമന്വയിപ്പിച്ചുകൊണ്ട് വൃത്തിയുടെ രാജാവും സുഗന്ധങ്ങളുടെ രാജ്ഞിയും നിങ്ങളുടെ വീട്ടിലേക്ക്. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഗുണനിലവാരമുള്ള പാദരക്ഷകളുടെയും ബാഗുകളുടെയും വിപുലമായ ശേഖരവുമായി എന്നും നിങ്ങളോടൊപ്പം ഷൂക്രാഫ്റ്റ് ഫുട്വെയർസ് ആൻഡ് ബാഗ്സ്, ഓൾഡ് മാർക്കറ്റ് റോഡ്, അങ്കമാലി.